നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോനോർക്കോയോ? രഘുവേട്ടൻ എങ്ങോട്ടാ പോയേ? കമ്പനിയിൽ ഒരു കോൾ ഉണ്ടായിരുന്നു. ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ മഞ്ചാടി? ചീരുവിനെ കുറച്ച് പൊടിയരിക്കഞ്ഞു കൊടുക്കാന്ന് നേഴ്സ് പറഞ്ഞു. വിനയൻ അപ്പ തന്നെ അത് മേടിക്കാൻ ഓടി. അവൻ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. ഇവിടെ ഇപ്പൊ നമ്മളൊക്കെ ഉണ്ടല്ലോ. ഉച്ച കഴിഞ്ഞ് അമ്മാവൻ ഇങ്ങോട്ട് വരും. വിനയേട്ടനോട് ഇവിടുന്ന് പോവാൻ പറയാൻ പറ്റുമോ രഘുവേട്ട? പറഞ്ഞാലും അവൻ പോകില്ല രഘു. അതുകൊണ്ട് പറയാതിരിക്കുന്നതാ നല്ലത്. നല്ല കുത്തരിയുടെ ചൂട് കഞ്ഞി കിട്ടി. ഈ പ്ലേറ്റിൽ ഞാൻ ചെയ്തോളാം. പിന്നെ ഞാനേ എല്ലാവർക്കും ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഒഴിക്കട്ടെ മഞ്ചാടി? ഇപ്പൊ വേണ്ട വിനയേട്ട, ഫ്ലാസ്കിലല്ലേ, പിന്നെ കുടിച്ചോളാം. അതെ, എനിക്കും വേണം. ഞാനേ ഈ കഞ്ഞി ആദ്യം ചീരുവിന് കൊടുക്കാം. ആയിക്കോട്ടെ. രഘുവേട്ടാ, പിന്നെ കുറച്ച് ചായ എടുക്കട്ടെ? എനിക്ക് വേണ്ട. രഘുവേട്ടൻ ബിസിയാണെങ്കിൽ പോയിക്കോളൂ. ഇവിടെ ഞങ്ങള് തന്നെ ധാരാളം. അല്ല, നേരത്തെ കോള് വരുന്നതും രഘുവേട്ടൻ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതൊക്കെ കണ്ടു. കമ്പനിയിൽ നിന്ന് അത്യാവശ്യമായിട്ട് വിളിക്കുന്നതാണോ എന്ന് ഓർത്ത് പറഞ്ഞതാ. എടുത്തോ. ചിരു, ഞാൻ പുറത്തുണ്ടോ? കൊടുക്കാം മോനെ, ഈ കഞ്ഞി ഒന്ന് ചൂടാറട്ടെ. മോളെ ചായ ഉണ്ട് കേട്ടോ അതില്. മോനെ വാവേ ഇങ്ങോട്ട് കൊണ്ടുവന്നാ. വാവേ, അച്ഛന്റെ പൊന്നു പോലെ ചിരിക്കട. അയ്യോ, എന്നാ ഉറക്കം തന്നെ ആണല്ലോ ഫുൾ ടൈം. കളിക്കട, അച്ഛന്റെ കൂടെ കളിക്കട പൊന്നുപോലെ. നിങ്ങൾ ഇപ്പോഴാണോ വരുന്നത്? ഇത്രയും സമയം കാത്തിരുന്നെങ്കിൽ ആ കൊച്ചു മരിച്ചു പോയിരുന്നു. റോഡ് പണി നടക്കുന്ന നേരം വണ്ടിക്ക് വരാൻ കഴിയണ്ടേ? ഞങ്ങൾ പാതി വഴി എത്തിയിട്ട് വീണ്ടും തിരിച്ചുപോയി വേറെ വഴിക്കാണ് ഇവിടെ എത്തിയത്. ഏതായാലും ഇതുവഴി വന്നൊരു വണ്ടി തടഞ്ഞു നിർത്തി ഇവിടുത്തെ സ്റ്റാഫിന്റെ കൂടെ ആമിയെയും കുഞ്ഞിനെയും ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ടാണോ? നിങ്ങൾ വേഗം അങ്ങോട്ട് ചെല്ല്. അല്ല, ഏത് ഹോസ്പിറ്റലിലേക്ക് അവർ പോയത്? ആമയുടെ കയ്യിൽ ഫോണുണ്ടോ? ഫോണൊന്നും അവളെടുത്ത് കാണില്ല. ഇവിടുന്ന് ചെന്ന് ആദ്യം എത്തുന്നത് ജനറൽ ഹോസ്പിറ്റലാ. അവൾ അങ്ങോട്ട് തന്നെയായിരിക്കും പോയിരിക്കുന്നത്. ശരി, ഞാൻ നേരെ അങ്ങോട്ട് പോവാം. അണ്ണനാണല്ലോ. അണ്ണാ, ദാസപ്പ എവിടെയാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ അണ്ണാ. എന്താ കാര്യം? നീ എവിടെയാണെന്ന് പറഞ്ഞാ ഞാൻ അങ്ങോട്ടേക്ക് വരാമല്ലോ എന്ന് കരുതി ഇറങ്ങിയത് അവിടുന്ന്. അത് ഞാൻ ജനറൽ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. അപ്പൊ നീ ഇതുവഴി ആയിരിക്കുമല്ലോ പോകുന്നത്. ഞാനിവിടെ അനുവിന്റെ വീടിനടുത്തുള്ള ജംഗ്ഷനിലുണ്ട്. ദാസിന് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? പിന്നെന്താ, ഇപ്പൊ തന്നെ വരാം. ഒരു കാര്യം ചെയ്യ്, അണ്ണൻ അവിടെ തന്നെ നിൽക്ക്. ശരി ദാസ്. ഓക്കെ. സുനി, എന്താ സാർ? നീ എന്നൊന്ന് അടുത്ത ജംഗ്ഷനിൽ ഇറക്കിയിട്ട് ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകാം. ശരി സാർ. അവിടുത്തെ കാഷ്വാലിറ്റിയിൽ ആമയും കുഞ്ഞും കാണും. അവർക്ക് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ചെയ്തു കൊടുക്കും. ശരി സാർ. ഞാൻ അണ്ണനെ കണ്ട് സംസാരിച്ചിട്ട് നിന്നെ വിളിക്കാം. ഓക്കെ സാർ. എന്നാ പോയാലോ? വണ്ടി എടുത്തു. അല്ല, അണ്ണനെന്താ ഇപ്പൊ അവനെ കുറിച്ച് ചോദിക്കാൻ കാരണം? അതൊക്കെ കഴിഞ്ഞ അധ്യായമല്ലാണ്. കഴിഞ്ഞെന്ന് എങ്ങനെ പറയാൻ പറ്റും ദാസ്?
പലരും മറക്കാൻ ശ്രമിക്കുന്ന ഒരു അധ്യായം എന്ന് പറയാം. പക്ഷേ ആദ്യത്തിനെ ഒരിക്കലും മറക്കാൻ പറ്റാത്തവരും ഈ ഭൂമിയിലുണ്ടല്ലോ. അവന്റെ ഭാര്യയും കുഞ്ഞും. അവരെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? അത് ആദ്യ ജയിലിലായ സമയത്ത് ഞാനും രഘുവും ചെറിയൊരു അന്വേഷണം നടത്തിയിരുന്നു. ചെറിയ എന്തെങ്കിലും സഹായം ചെയ്യാൻ കരുതി അന്വേഷിച്ചത്. എന്നിട്ട് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്കും ആ വീട്ടിൽ നിന്ന് ആദിയുടെ ഭാര്യയും കുഞ്ഞും മാറിപ്പോയിരുന്നു. കൊല്ലപ്പെട്ട സുദർശന്റെ ആൾക്കാരുടെ ഭീഷണി ഉണ്ടായി കാണുമല്ലോ അവർക്ക്.